നിത്യജീവിതത്തിൽ ഇടപിടിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിസ്മയ ചിപ്പാണ് ഗണിതശാസ്ത്രം. ആ ചിപ്പിലെ ശതമാനം എന്ന ആശയത്തെ നമുക്ക് പരിചയപ്പെടാം. നിത്യജീവിതത്തിൽ ശതമാനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് UP ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഗണിത നാടകം നൂറിൽ എത്ര. അഭിനേതാക്കൾ ദേവുട്ടി, ശ്രേയ NR, അമ്മ ആര്യ P വേണുഗോപാൽ, അച്ഛൻ ഹൃദുൻ TP. അവിടെ വെച്ചോളൂ. എന്താ ഇന്ന് വളരെ ടെൻഷനിലാണല്ലോ? ഇന്ന് എന്നെ മാനേജർ ഒരു മീറ്റിങ്ങിന് വിളിപ്പിച്ചിരുന്നു. എന്താ പ്രശ്നം? കമ്പനിക്ക് ലാഭം കുറവാണ്, അതുകൊണ്ട് 10% ആളുകളെ കുറയ്ക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ ഭീഷണി. ജോലി പോയാൽ നമ്മുടെ ലോണുകളെല്ലാം എങ്ങനെ അടച്ചു തീർക്കും? ഹൗസിംഗ് ലോൺ, കാർ ലോൺ, ഇതെല്ലാം നമ്മൾ എന്തു ചെയ്യും? അത് പറയാൻ മറന്നു. ഇന്ന് സ്കൂളിൽ വെച്ച് ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരുന്നു. പലിശ നിരക്ക് 2% കൂട്ടിയത്രേ. എല്ലാ ചിലവും കൂടി, പക്ഷേ ശമ്പളം മാത്രം കൂടുന്നില്ല. അച്ഛാ, കുറെ നേരമായല്ലോ അച്ഛനും അമ്മയും ശതമാനത്തെ പറ്റി പറയുന്നു. എന്താ അച്ഛാ ശതമാനം? ഒരു കാര്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. മനസ്സിലൂടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ നിന്റെ ഒരു കാര്യം ചോദിക്കല്. കുട്ടിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മോളെ വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ ടെൻഷൻ കൊണ്ടല്ലേ മോളോട് ദേഷ്യപ്പെട്ടത്. ശതമാനം എന്താണെന്ന് അമ്മയുടെ ഉണ്ണിക്ക് അമ്മ പറഞ്ഞു തരാട്ടോ. മോള് ശതം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥമെന്ന് മോൾക്കറിയാമോ? എനിക്കറിയാം അമ്മേ. ദശമെന്നാൽ 10 ആണെന്നും ശതമെന്നാൽ 100 ആണെന്നും സഹസ്രമെന്നാൽ 1000 ആണെന്നും എന്നെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. മിടുക്കി. മാനം എന്നാൽ എന്താണെന്ന് അറിയാമോ? ആകാശമല്ലേ അമ്മേ? അല്ലല്ല, മാനത്തിന് വേറെ അർത്ഥം കൂടിയുണ്ട്, അളവ്. അപ്പോൾ ശതമാനം 100 അളവാണോ അമ്മേ? അല്ല മോളെ, 100 അളവ്. നമ്മളന്ന് മോൾ കുടുക്ക് വാങ്ങാൻ പോയപ്പോൾ ആ കടയുടെ ഫ്രണ്ടിൽ 10% കുറവ് എന്ന് എഴുതിയത് കണ്ടോ? 10% കുറവ് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ 10 രൂപ കുറവ് കൊടുത്താൽ മതി. അപ്പോൾ 100 രൂപയുടെ സാധനം വാങ്ങിയാൽ മാത്രമാണോ കുറവ് ലഭിക്കുക? മോളെ, ഓരോ 100 രൂപയ്ക്കും കുറവ് കിട്ടും. അതായത് നാം 500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ 500 എത്ര നൂറുണ്ട്? 500. 500 രൂപയ്ക്കും 10 രൂപ വീതം കുറവ് കിട്ടും. അപ്പോൾ 5 × 10 = 50 രൂപ. മനസ്സിലായോ? അപ്പോൾ 50% കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപയ്ക്ക് 50 രൂപ, അതായത് പകുതിയല്ലേ അമ്മേ? മിടുക്കി. ദേവുട്ടി, അച്ഛനോടുള്ള വഴക്ക് മാറിയോ? അച്ഛൻ ദേഷ്യപ്പെട്ടതിന്റെ കാരണം ദേവുട്ടിക്ക് മനസ്സിലായി. അച്ഛൻ വിഷമിക്കണ്ടാട്ടോ, ദേവുമോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ സംശയമൊക്കെ മാറിയോ മോളെ? മാറി അച്ഛാ. ശതമാനം എന്നാൽ 100 എത്ര എന്നാണെന്ന് അമ്മ എനിക്ക്